പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം ഈ ഭൗതിക ശരീരം ഏറ്റെടുത്ത് മരണാനന്തര ക്രിയകൾ പോലും ചെയ്തത് ഈ ഇർഫാൻ ഇക്ബാലും അവരുടെ ഫൗണ്ടേഷനാണ്. ഇത് കണ്ട് കേരളത്തിലെ സംഘികൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെ സഹിക്കും? മനുഷ്യന്മാരെങ്ങാനും തമ്മിൽ സ്നേഹിച്ചു പോയാലോ? മനുഷ്യന്മാരെങ്ങാനും തമ്മിൽ വെറുപ്പില്ലാതായാലോ? മനുഷ്യർ തമ്മിൽ സഹകരിച്ചാലോ? പിന്നെ ഇവർക്ക് വല്ല നിലനിൽപ്പുണ്ടോ അവിടെ? അപ്പം അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും തല്ലിക്കെടുത്തണം, അപ്പോഴേ ഇവർക്കൂടെ നിലനിൽപ്പുള്ളൂ. അങ്ങനെ ഇർഫാന ഇക്ബാൽ എന്നൊരു മുസ്ലിം സ്ത്രീ മുൻ RSS പ്രവർത്തകൻ കൂടിയായ നാരായണൻ എന്ന അദ്ദേഹത്തിന് ചികിത്സ നൽകാനും അദ്ദേഹത്തിന്റെ മരണശേഷം മരണാനന്തര ക്രിയകളിൽ ഇവർ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. ഇത് സംഘി ബെൽറ്റുകളിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കി. ആ മനുഷ്യനെ അത്രയും കാലം തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരാണ് ഇവരെ. അതായത് തങ്ങളുടെ മുൻഗാമിയാണ്, ഇവരുടെ മുൻഗാമിയാണ്. ഇത്രയും കാലം ഇവരെ പാർട്ടിക്ക് വേണ്ടി ഊണും മുറക്കു വെച്ച് നടന്നൊരു മനുഷ്യനാണ് അദ്ദേഹം. ഇത്രയും കാലം അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അദ്ദേഹത്തിന്റെ മരണശേഷം മരണാനന്തര ക്രിയകൾ ചെയ്തതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ പറ്റുന്ന ഇവര്. ഈ മനുഷ്യൻ ഇത്ര കാലം തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാസർഗോഡ് മഞ്ചേശ്വരത്ത് സംസ്കാര ചടങ്ങിന് പണമില്ലെന്ന് അറിയിച്ച് ബന്ധുക്കൾ ഏറ്റെടുക്കാത്ത മൃതദേഹം മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആചാരപ്രകാരം സംസ്കരിച്ചു. മീഞ്ച ചിഗ്രൂപദവ് സ്വദേശിയായ നാരായണന്റെ മൃതദേഹമാണ് ലീഗ് പ്രവർത്തകർ സംസ്കരിച്ചത്. ക്യാൻസർ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന നാരായണൻ ചൊവ്വാഴ്ചയാണ് മരിച്ചത്. കടവരാന്തയിൽ അവശനിലയിൽ കഴിഞ്ഞിരുന്ന നാരായണനെ ഒരു മാസം മുൻപാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. നാരായണൻ പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെയുണ്ട്, ആരും നോക്കാൻ ആൾക്കാരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഷെയ്ഖ് സൈദ് ട്രസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ഏറ്റെടുക്കാനാണ് നമ്മൾ ആദ്യം പോയിട്ടുണ്ടായത്. ആ സമയത്ത് അവർ അത്ര ഒരു കണ്ടീഷനിലല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ കളക്ടർ വിളിച്ച് സംസാരിച്ച് അവിടെ നിന്നാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന നാരായണൻ ചൊവ്വാഴ്ച മരണത്തിന് കീഴടങ്ങി. മരണവിവരം മഞ്ചേശ്വരം പോലീസ് ബന്ധുക്കളെ അറിയിച്ചു. എന്നാൽ മൃതദേഹം ഏറ്റുവാങ്ങി സംസ്കരിക്കാൻ പണമില്ലെന്നറിയിച്ച് ബന്ധുക്കൾ ഒഴിഞ്ഞുമാറി. തുടർന്ന് മൃതദേഹം ഏറ്റെടുത്ത് സംസ്കരിക്കാൻ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ഇർഫാന ഇക്ബാലിന് കുടുംബം സമ്മതപത്രം നൽകുകയായിരുന്നു. പോലും ഏറ്റുവാങ്ങാൻ തയ്യാറില്ലാത്ത സ്ഥിതിക്ക് ജില്ലാ പഞ്ചായത്ത് ചെയർപേഴ്സണും അത് ചേർന്നിട്ട് അതിനെ ദഹിക്കുകയും ചെയ്തു. മണപ്പടി ഹിന്ദു രുദ്രഭൂമിയിൽ അദ്ദേഹത്തെ മരണാനന്തര ചടങ്ങുകൾ ചെയ്തു. കോഴിക്കോട് നിന്ന് ആംബുലൻസിൽ ഉപ്പളയിലെത്തിച്ച മൃതദേഹം ചെറുകോളി പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. മീഡിയ 1 കാസർഗോഡ്. കഴിഞ്ഞ ദിവസമാണ് നാരായണൻ എന്ന വ്യക്തി, അതായത് കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഉപ്പളക്കടുത്ത ചിഗ്രപതിയിലുള്ള നാരായണൻ എന്ന വ്യക്തി മരണപ്പെട്ടത്. അദ്ദേഹം മരണപ്പെട്ടതോടുകൂടി ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഇദ്ദേഹത്തിനെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അതിന് അവർ പറഞ്ഞ കാരണം സാമ്പത്തിക പരാധീനതകളാണ്. എന്തായാലും ആ അവസരത്തിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ഇർഫാന ഇക്ബാൽ സ്ഥലത്തെത്തുകയും മൃതദേഹം ഏറ്റെടുക്കുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ, അതായത് നാരായണന്റെ മതപ്രകാരമുള്ള ആചാരപ്രകാരം മൃതദേഹം ദഹിപ്പിക്കുകയും ചെയ്തു. ഈ മരണപ്പെട്ട നാരായണൻ എന്ന് പറഞ്ഞ അദ്ദേഹം 64 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം. അദ്ദേഹം ആയ കാലത്ത് മുഴുവൻ BJP-കാരനായിരുന്നു, അടുത്ത RSS പ്രവർത്തകനായിരുന്നു. നിങ്ങളൊന്ന് ആലോചിക്കുക ഒരു മനുഷ്യന്റെ അവസ്ഥ. അയാളെ യൗവനകാലം മുഴുവൻ അദ്ദേഹം ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ചെലവഴിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലങ്ങളിൽ മുഴുവൻ അപരമത വിദ്വേഷം, പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിനോടുള്ള വിദ്വേഷമൊക്കെ ഇത്തരം ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കടുത്ത രീതിയിൽ ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടാവും. അത് ഉറപ്പാണ്, അതിലൊരു സംശയമില്ല. അവസാന കാലത്ത് ആ പാവ മനുഷ്യന് തുണയായത് അദ്ദേഹം ഒരു കാലത്ത് ഏറെ വെറുത്തിരുന്ന ഒരു വിഭാഗം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാണ്, എന്തൊക്കെയോ കാരണം കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്താക്കി. തുടർന്ന് ഇദ്ദേഹം ഉപ്പള ടൗണിലെ ഒരു കടവരാന്തയിലായിരുന്നു സ്ഥിരം കടപ്പും കാര്യങ്ങളൊക്കെ. മാത്രമല്ല ഈ പറയുന്ന അദ്ദേഹം വായിൽ ക്യാൻസറുള്ള ഒരു ഗുരുതര രോഗമുള്ള ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഇദ്ദേഹത്തിനെ ഇർഫാന ഇക്ബാൽ എന്ന കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം സന്ദർശിക്കുകയും തുടർന്ന് മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉൾപ്പെടെ ഇവരെ ചികിത്സിക്കാനായി കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ആദ്യം പരിഹാരത്ത് കൊണ്ടുപോയി, പിന്നെ അതിനുശേഷം കോഴിക്കോട്ടേക്ക് റെഫർ ചെയ്തു. അങ്ങനെ ചികിത്സയിലിരിക്കെ അദ്ദേഹം മരണപ്പെട്ടു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാരായണന്റെ 2 ഭാര്യമാരും മക്കളൊന്നും അദ്ദേഹത്തിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാനോ സംസ്കാര ചടങ്ങുകൾ ചെയ്യാനോ സാമ്പത്തിക പരാധീനതകൾ മൂലം തയ്യാറല്ല എന്ന് പോലീസിനെ അറിയിച്ചു. തുടർന്ന് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ഇർഫാന ഇക്ബാലിനെ മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇർഫാന ഇക്ബാലിനും അവരുടെ ചാരിറ്റി സംഘടനയായ ഷെയ്ഖ് സൈദ് ഫൗണ്ടേഷനുമാണ് അവരുടെ കുടുംബം മരണാനന്തര ചടങ്ങുകൾക്കുള്ള അവകാശം നൽകിയത്. എന്തായാലും ഇർഫാന ഇക്ബാൽ എന്ന ജില്ലാ പഞ്ചായത്ത് അംഗം അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തു. ആ മനുഷ്യനെ ഒരു മാന്യമായ യാത്രയപ്പ്, മരണാനന്തര യാത്രയപ്പ് അവർക്ക് നൽകാൻ സാധിച്ചു. ഇതിനെ തുടർന്ന് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മരണപ്പെട്ട നാരായണൻ എന്ന വ്യക്തി BJP-കാരനായിരുന്നു, സജീവ RSS പ്രവർത്തകനായിരുന്നു. ആ മനുഷ്യനെ അദ്ദേഹത്തിന്റെ നല്ല പ്രായം കഴിഞ്ഞപ്പോൾ ഇവർ ഒഴിവാക്കി. പ്രായം കഴിഞ്ഞ് പിന്നെ എന്തിനാണ് തല്ലുള്ളതിനും വേണ്ട, പോസ്റ്റൊട്ടിക്കാനും വേണ്ട, ഇലക്ഷൻ പ്രചാരണത്തിനും വേണ്ട, ഒന്നും വേണ്ടല്ലോ. പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഒരു പാർട്ടിക്കാർക്കും, അതിപ്പോ BJP-കാർക്ക് മാത്രമല്ല CPM-മാരും ഇങ്ങനെ തന്നെയാണ്. പൊതുവെ ഇവരുടെയൊക്കെ സ്വഭാവം എങ്ങനെയാണ്, പ്രായമായി കഴിഞ്ഞാൽ അവരൊക്കെ എടുത്ത് തള്ളും. എന്ന വഴിക്ക് ഈ പാവ മനുഷ്യനെടുത്ത് തള്ളി. ഏതാ നല്ല കാലത്ത് മുസ്ലിങ്ങൾ കണ്ടില്ല, അവിടെ അങ്ങനെ മറ്റേ മതക്കാരുണ്ടല്ലോ, ഇവിടെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഈ പാവത്തിന് പിരികെറ്റിയ ആൾക്കാരായിരിക്കും ഇവരൊക്കെ.
എന്താ ആ പാവത്തിന് കഷ്ടകാലം വന്നപ്പോ അയാളെ പിടിച്ച് കടത്തിണ്ണയിലായിരുന്നു അയാൾ താമസിച്ചിരുന്നു, അറിയോ? കടത്തിണ്ണയിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു, ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ. അങ്ങനെ ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് ഒരു മകളെ പോലെ നിന്ന് അദ്ദേഹത്തെ പരിചരിച്ച് ഹോസ്പിറ്റലിലാക്കി എല്ലാ ചെലവുകളും വഹിച്ചത് ഈ ഷെയ്ഖ് സായിദ് ഫൗണ്ടേഷൻ ആണ്. ഷെയ്ഖ് സായിദ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പറഞ്ഞ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ഇർഫാന ഇക്ബാലിന്റെ ഫൗണ്ടേഷൻ ആണ്. തുടർന്ന് അവരുടെ ചികിത്സ പരിയാരത്തും കോഴിക്കോട്ടും ഈ എല്ലാ ചികിത്സാ ചെലവുകളും വഹിച്ചത് ഈ ഫൗണ്ടേഷൻ തന്നെയാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം ഈ ഭൗതിക ശരീരം ഏറ്റെടുത്ത് മരണാനന്തര ക്രിയകൾ പോലും ചെയ്തത് ഈ ഇർഫാന ഇക്ബാലും അവരുടെ ഫൗണ്ടേഷനാണ്. ഇത് കണ്ട് കേരളത്തിലെ സംഘികൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെ സഹിക്കും? മനുഷ്യന്മാരെങ്ങാനും തമ്മിൽ സ്നേഹിച്ചു പോയാലോ? മനുഷ്യന്മാരെങ്ങാനും തമ്മിൽ വെറുപ്പില്ലാതായാലോ? മനുഷ്യർ തമ്മിൽ സഹകരിച്ചാലോ? പിന്നെ ഇവർക്ക് വല്ല നിലനിൽപ്പുണ്ടോ അവിടെ? അപ്പം അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും തല്ലിക്കെടുത്തണം. മനുഷ്യൻ സഹകരിക്കുന്ന, മനുഷ്യൻ തമ്മിൽ സഹകരിക്കുന്ന, മനുഷ്യൻ പരസ്പര ബഹുമാനത്തോടെ പെരുമാറുന്ന, മനുഷ്യൻ എല്ലാവരെയും ഉൾക്കൊണ്ട് പരസ്പര സഹവർത്തിത്തോടെ നീങ്ങുന്ന ഏതൊരു മേഖലയും ഇവർക്ക് തകർക്കണം. അപ്പോഴേ ഇവർക്കൂടെ നിലനിൽപ്പുള്ളൂ. അങ്ങനെ ഇർഫാന ഇക്ബാൽ എന്നൊരു മുസ്ലിം സ്ത്രീ മുൻ RSS പ്രവർത്തകൻ കൂടിയായ നാരായണൻ എന്ന അദ്ദേഹത്തിന് ചികിത്സ നൽകാനും അദ്ദേഹത്തിന്റെ മരണശേഷം മരണാനന്തര ക്രിയകളിൽ ഇവർ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. ഇത് സംഘി ബെൽറ്റുകളിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കി. ആ മനുഷ്യനെ അത്രയും കാലം തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരാണ് ഇവരെ. അതായത് തങ്ങളുടെ മുൻഗാമിയാണ്, ഇവരുടെ മുൻഗാമിയാണ്. ഇത്രയും കാലം ഇവരെ പാർട്ടിക്ക് വേണ്ടി ഊണും മുറക്കും വെച്ച് നടന്നൊരു മനുഷ്യനാണ് അദ്ദേഹം. ഇത്രയും കാലം അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അദ്ദേഹത്തിന്റെ മരണശേഷം അതിന്റെ അവകാശം എടുക്കാൻ വരികയാണ്. മരണാനന്തര ക്രിയകൾ ചെയ്തതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വരികയാണ് ഇവര്. ഈ മനുഷ്യൻ ഇത്ര കാലം ഇവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്തായാലും ഇർഫാന ഇക്ബാൽ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലക്കും, ഒരു മനുഷ്യൻ എന്ന നിലക്കും, ഒരു മുസ്ലിം ലീഗുകാരി എന്നുള്ള നിലക്കും അവരുടെ ഉത്തരവാദിത്വം കൃത്യമായിട്ട് നിർവഹിച്ചു. അതിനുശേഷം ഈ വാർത്ത വലിയ രീതിയിൽ കേരളത്തിൽ പ്രചരിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഘപരിവാർ ഹാൻഡിലുകൾ ഇത് വലിയ അസ്വസ്ഥത ഉണ്ടാക്കി. മനുഷ്യനെങ്ങാനും ഒന്നിച്ചു പോയാലോ? മനുഷ്യനെങ്ങാനും പരസ്പരം സ്നേഹിച്ചു പോയാലോ? നിലനിൽപ്പില്ലാലോ? ഈ ജാതി മതം പറഞ്ഞ മനുഷ്യന്മാരെ തമ്മിൽ തല്ലിച്ചല്ലേ നിന്നു പോകുന്നത്. എന്തായാലും ഇവരിങ്ങോട്ട് രംഗത്തിറങ്ങി. ഇവരെന്താ പറഞ്ഞാലോ? അത് ദയിപ്പിച്ചത് ഇർഫാന ഇക്ബാൽ എന്നല്ല, അവർ കള്ളം പറയാണ്. രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടി അവർ കള്ളം പ്രചരിപ്പിക്കുകയാണ്. അദ്ദേഹത്തെ ദയിപ്പിച്ചത് സേവാഭാരതിയാണ്. എല്ലാ ചെലവുകളും വഹിച്ച് സേവാഭാരതിയാണ്. എന്തടിസ്ഥാനത്തിൽ ഇവരിത് പറഞ്ഞത്? പച്ചക്കളവ്. കളവ് പറയാന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതൊരു വിഷയമുള്ള കേസല്ല. എല്ലാ ദിവസവും എന്നും കള്ളം പറയുന്നവർക്ക് എന്താ ഇങ്ങനെ ഒരു കള്ളം പറയാൻ എന്താ മടി? പ്രത്യേകിച്ച് മടിയൊന്നും ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല. എന്തായാലും ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളുമായി സംഘി ഹാൻഡിലുകൾ രംഗത്തെത്തി. ഇർഫാന ഇക്ബാൽ ആ ചടങ്ങിന്റെ ഭാഗമായിട്ടില്ല, അവർ ഏറ്റെടുത്തിട്ടില്ല, സേവാഭാരതിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിലൊക്കെ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എന്നാൽ സേവാഭാരതിക്ക് ഇതിൽ പങ്കുണ്ടോ? ഒരു പങ്കുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഒരു സേവാഭാരതി എന്ന് പറയുന്നത്? അതിനൊരു കാരണമുണ്ട്. അതായത് ഇദ്ദേഹത്തെ ദഹിപ്പിക്കുന്ന സമയത്ത് ആ വീഡിയോയിൽ നിങ്ങൾ ഒരാളെ കണ്ടിട്ടുണ്ടാവും, ഒരു കാവ്യ മുണ്ടപ്പെടുത്തിട്ട്. അദ്ദേഹം BJP കാരനാണ്. അദ്ദേഹം BJP കാരനായോണ്ട് ഷെയ്ഖ് സായിദ് ഫൗണ്ടേഷന്റെ കീഴിൽ നടത്തുന്ന ഈ പ്രവർത്തനം എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ഭാഗമെന്ന്? സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു സ്ഥലങ്ങളിൽ ഇത്തരം ആളുകളുടെ സാന്നിധ്യം ഉണ്ടാവും. അദ്ദേഹം BJP കാരനാണോ മറ്റുള്ളവരാണോ നോക്കാൻ പറ്റുമോ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരാൾ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിലൂടെ ഒരു ജീപ്പ് പോയിരുന്നു. ആ ജീപ്പിൽ എവിടെയോ കിടക്കുന്ന ഒരു BJP കാരൻ ഉണ്ടായിരുന്നു. അയാൾ എങ്ങോട്ടോ പോവാണ്. ഈ മരണപ്പെട്ടത് ആരാന്ന് ഇയാൾക്ക് അറിയില്ല. ഈ വാഹനത്തിൽ പോയ BJP കാരനെ അറിയില്ല. പിന്നീട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതാണ് ഞാനാണ് അത് ചെയ്തത്, ഞാനാണ് അതിന് നേതൃത്വം കൊടുക്കുക എന്ന് ഇത് എങ്ങനെ ഉണ്ടാവും? അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. നാരായണൻ എന്ന അദ്ദേഹത്തിന്റെ മൃതദേഹം ദഹിപ്പിക്കുന്നിടത്ത് ഒരു കാവ്യ മുണ്ടെടുത്ത ഒരാൾ ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹം മാത്രമല്ലാന്നേ മുസ്ലിം ലീഗുകാരുണ്ടായിരുന്നു. ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് തന്നെ യാതൊരു രാഷ്ട്രീയമില്ലാത്ത വേറെ മനുഷ്യനുണ്ടായിരുന്നു. അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു. അതിലൊരു BJP കാരനുണ്ടായിരുന്നു. എന്നിട്ട് ആ പേരും പറഞ്ഞ് യുവമാര് ക്രെഡിറ്റ് എടുക്കാൻ നടക്കാണ്. ക്രെഡിറ്റ് എടുക്കാനേ ഇത്രയും കാലമായിട്ട് ആ മനുഷ്യനെ തിരിഞ്ഞു നോക്കാത്തവരാ. അവരുടെ മുൻ പ്രവർത്തകനാണ്. കടത്തിണ്ണയിലായിരുന്നു ആ മനുഷ്യന്റെ രാത്രിയിലെ കടത്തം. ഇത്രയും കാലം മനുഷ്യൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പൊ അവര് ക്രെഡിറ്റ് എടുക്കാൻ വന്നിരിക്കുന്നത്. ഇതെന്തൊരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കുക. ഇവര് പറയുന്ന മറ്റൊരു കാര്യം എന്തായാലും ഇദ്ദേഹത്തിന്റെ എല്ലാ ചെലവും, സംസ്കാര ചെലവുകളും ചികിത്സക്കുള്ള എല്ലാ ചെലവുകളും എടുത്ത് സേവാഭാരതിയാണ്. പച്ചക്കളവാണ് ഇവര് പറയുന്നത്. പച്ചക്കളവാണ് ഇവര് പറയുന്നത്. അതിനൊരു തെളിവെന്താരോ? പോലീസ് തന്നെ ഇർഫാന ഇക്ബാലിനും അവരുടെ ചാരിറ്റി ഫൗണ്ടേഷനായ ഷെയ്ഖ് സായിദ് ഫൗണ്ടേഷനും ഈ മൃതദേഹം മരണാനന്തര ക്രിയകൾ ചെയ്യാനുള്ള സമ്മതപത്രം പോലീസിന് നൽകിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ രേഖ ഉള്ളപ്പോഴാണ് ഇവർ ഈ പച്ചക്കളവ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് പിന്നെ കളവ് പറയുന്നുള്ള ഒരു വിഷയമൊന്നുമല്ലല്ലോ. എത്ര കളവ് ഒരു ദിവസം പറയുന്നു. അതിന്റെ അടക്കം അപ്പൊ മഞ്ചേശ്വരത്ത് ഒരു കേസ്. ഇത്രേ ഉള്ളൂ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഇത്രേ ഉള്ളൂ.
എന്നാലും ഇത്തരം പച്ച കളവുകൾ പറഞ്ഞ് ഇവർ എന്താണ് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത്? ഒരു യാഥാർത്ഥ്യത്തിന് ഇവർ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത്. വ്യക്തിപരമായിട്ട് എനിക്ക് ഇപ്പോഴും മതത്തിന്റെ പേരിൽ ആരെങ്കിലും പരസ്പരം വെറുക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് ഇപ്പൊ തന്നെ ആ പരിപാടിയൊക്കെ നിർത്തണം. ആരാണ് മരിക്കാൻ നേരം ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നരാന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുമോ? എന്നാ പിന്നെ ഒരാളെ മരിക്കാൻ നേരം നമുക്ക് വെള്ളം കൊണ്ടുവരുമ്പോഴാ നീ മറ്റേ മതക്കാരനെ മാറിക്കടാ ഇങ്ങനെ പറയാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് മനുഷ്യനെ പരസ്പരം വെറുക്കാതെ സ്നേഹിച്ചും സഹകരിച്ചും ഒക്കെ കഴിഞ്ഞു പോവാ. നിങ്ങളെ ഉള്ളിൽ വിഷം കുത്തി വെച്ച് തരുന്നവരുടെ ഉദ്ദേശം ഒറ്റ ഉദ്ദേശമുള്ളൂ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആവുക, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുക, MLA ആവുക, മന്ത്രി ആവുക, പാർലമെന്റ് മെമ്പർ ആവുക, പ്രധാനമന്ത്രി ആവുക. ഇവർക്ക് ഇതേ ഉദ്ദേശമുള്ളൂ. അല്ലാതെ നിങ്ങളെ മതത്തിനെ അങ്ങോട്ട് വളർത്തി വലുതാക്കി എന്ത് മതം, എന്ത് മതം, നിങ്ങൾ എന്ത് മതത്തിന്റെ കാര്യം പറയുന്നത്? അതുകൊണ്ട് തൊട്ട അയൽവാസി അവൻ ഹിന്ദു ആണോ അല്ലെങ്കിൽ മുസ്ലിം ആണോ അവൻ ക്രിസ്ത്യാനോ അവനെ നോക്കൂല എന്നൊന്നും പറഞ്ഞ് നടക്കണ്ട. ഇത്തരം മോശമായിട്ട സ്വഭാവമൊക്കെ നിർത്തുക. നമുക്കൊരു അപകടം വരുമ്പോ നിങ്ങളെ ബന്ധുക്കളെക്കാൾ മുന്നെത്തുക അയൽവാസിയായിരിക്കും. അവനെ നിങ്ങൾ വെറുപ്പിക്കണ്ട, അവനെ നിങ്ങൾ വെറുക്കണ്ട. ജാതിയുടെ പേരിലായാലും മതത്തിന്റെ പേരിലായാലും എന്ത് കുന്തത്തിന്റെ പേരിലായാലും. അപ്പൊ എന്തായാലും ഷെയ്ഖ് സായിദ് ഫൗണ്ടേഷനും ഇർഫാന ഇക്ബാലും നടത്തിയ ഈ പ്രവർത്തനം വളരെയധികം അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. ഇതിന്റെ പേരിൽ ഓസിൽ ക്രെഡിറ്റ് അടിക്കാൻ നടക്കുന്ന സംഖ്യകളെ ഉളുപ്പുണ്ടാകാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇവിടെ പറയുന്നു.